ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് ഔട്ട്ഡോറിൻ്റെ ഒരു കുഞ്ഞ് ഷൂട്ടിന് വേണ്ടി വന്നേക്കാം കേട്ടോ. ക്യാമറമാനും അതുപോലെ തന്നെ സലീഷ് ബ്രോയ്ക്ക് ഇട്ടിട്ട് ക്യാമറമാനൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച്, നാളെയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളൊരു കുഞ്ഞ് ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ശരിക്കും നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസും ഒരു റീലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിൽ നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സലീഷ് ബ്രോനെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാനെയൊക്കെ കാണിച്ചിട്ടാ കേട്ടോ. ഹായ്, ദിസ് ഇസ് ലിബിൻ അല്ലേ? നമസ്കാരം. നമ്മുടെ ഇത് സലീഷ്. നമ്മുടെ എപ്പോഴും നമ്മൾ പണ്ട് ഒരുമിച്ചായിരുന്നു താമസിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, പക്ഷെ ഇപ്പോൾ ഇവൻ ഇവിടെ അല്ല. പക്ഷെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവനെ വിളിച്ച് വരുത്തിച്ചതാണ് വരാൻ പറഞ്ഞിട്ടല്ലേ. സുഖല്ലേ ലിബിൻ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സലീഷ് ബ്രോ എന്തെടുക്കണം? എങ്ങനെയുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക്? അപ്പം ഞാൻ ഇവിടെ കാണിക്കാട്ടോ നിങ്ങൾക്ക്, ഫോട്ടോസ് എല്ലാം പിൻ ചെയ്യാവേ. വളരെയധികം ആധികാരികമായി സംസാരിക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രം അവരിത്ര സീരിയസ് ആയിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല, എന്നാലും ചുമ്മാ കൈയൊക്കെ കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ ആക്ടിങ്ങോട് ആക്ടിങ്. അങ്ങനെ സലീഷ് ബ്രോ ജോലിക്കൊക്കെ പോയി നമ്മൾ രണ്ടാളും കൂടിയിട്ട് സലീഷ് ബ്രോയ്ക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ബൂട്ട്സിലേക്കാണ്. അപ്പോൾ ബൂട്ട്സിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫോട്ടോ എല്ലാം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ചെറിയ പൈസക്ക് തന്നെ നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ അവിടെ പോയിട്ട് ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ UK ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതും എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഈ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൽ കൂടെ ചെയ്താൽ മതി. നമ്മുടെ കോഡ് സ്കാൻ ചെയ്യുക. പിന്നെ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് മൊബൈൽ ക്ലിപ്പിംഗ് ആണ്. അപ്പോഴത്തേന് നമുക്ക് ഏത് ഫോട്ടോ ആണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് പ്രോസസ്സിങ് ആകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ നൗ കൊടുക്കുക. കണ്ട 55 PA ആയിട്ടുള്ളൂ, എന്നുവെച്ചാൽ 6x4 ചെറിയൊരു ഫോട്ടോ ആയിരിക്കും. പക്ഷെ എന്നാലും 55 Pക്ക് നമ്മൾ എവിടെയും കിട്ടത്തില്ല. ഞാൻ ഒരുപാട് ഇവിടെ അടുത്തുള്ള പ്രിൻറ്റിങ് ഷോപ്സൊക്കെ വിളിച്ചു നോക്കിയിട്ട് ആരും ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ബൂട്ട്സ് എത്തിയത് കേട്ടോ. എനിക്കും ഇത് ആദ്യത്തെ ഒരു അറിവായിരുന്നു കേട്ടോ, ബൂട്ട്സിൽ നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം എല്ലാവരും ഇത് യൂസ് ചെയ്യുക. നമുക്ക് ഭയങ്കര ചുരുങ്ങിയ ചിലവിൽ തന്നെ ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ എല്ലാം പ്രിൻറ്റ് ചെയ്തു കേട്ടോ, പെട്ടെന്ന് തന്നെ സെറ്റായി. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ബൈ നൗ കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒരു പ്രോസസ്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്റ്റൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, പക്ഷേ ബില്ലൊന്നും വന്നില്ല, അതിൻ്റെ അകത്തൊന്നും എഴുതിയൊന്നും വന്നില്ല. പ്ലെയിൻ പേപ്പറായിരുന്നു വന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രോസസ്സിങ് ആണ്. അപ്പോൾ ഒരു 2-3 സെക്കൻഡ്സ് എടുക്കുകയുള്ളൂ, പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ എത്തും കേട്ടോ. സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ്. വെയിറ്റിംഗ് ഇറ്റ്സ് ഹിയർ. നമുക്ക് നല്ല രസമായിട്ട് വന്നിട്ടില്ലേ? നമ്മൾ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല, അതുകൊണ്ട് നമ്മൾ ടെസ്കോ ഒരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചായിരുന്നു, കുറച്ച് ക്യാൻഡിൽസ് മേടിച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഗേറ്റ് തുറങ്ങുന്ന സൗണ്ട് കേട്ടു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ വേഗം പോയിട്ട് ക്യാൻഡിൽസൊക്കെ കത്തിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് കത്തിക്കുന്നത്. എനിക്ക് ക്യാൻഡിൽസൊക്കെ കത്തിക്കാൻ കുറച്ച് പേടിയാണ്, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ക്യാൻഡിലെല്ലാം കത്തിച്ചു. സെറ്റ്
ഗിഫ്റ്റാക്കി വെച്ചു കേട്ടോ. അപ്പം നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, ക്യൂട്ടായിരുന്നല്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല കേക്കായിരുന്നു കേട്ടോ, ക്യാരറ്റ് കേക്കാണ്. ടെസ്കോയിലുണ്ട് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്യണേ. അധികം രൂപയൊന്നുമില്ല. അപ്പോൾ 3.5 പൗണ്ട്സോ അത്രയും കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ സലീഷ് പ്രോ വന്നു. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് കേക്ക് എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് സർപ്രൈസായിട്ട് കൊടുത്ത് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നാളെ ആക്ച്വലി നമ്മൾ രാത്രി കട്ട് ചെയ്യാനായിരുന്നില്ല, പിറ്റേ ദിവസം രാവിലെ കട്ട് ചെയ്യാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ സർപ്രൈസായിട്ട് രാത്രി തന്നെ കേക്കൊക്കെ വാങ്ങിച്ചു. അങ്ങനെ സലീഷ് പ്രോ ഊതി, പകുതി ഊതി, പിന്നെ ബാക്കി എന്നെക്കൊണ്ട് കുറച്ച് ഊതിപ്പിച്ചോട്ടോ. ഇങ്ങനെ ബ്ലോ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഞാനും ബ്ലോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് എടുത്ത് കൊടുത്തു. അപ്പോഴാണ് സലീഷ് പ്രോ പറയുന്നത്, അയ്യോ ഇത് ഞാൻ ചെയ്യാൻ വെച്ചിരുന്നതാണ് നീ ചെയ്തതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു കേട്ടോ. ആക്ച്വലി ഇത് തന്നെയായിരുന്നു സലീഷ് ബ്രോൻ്റെ ഗിഫ്റ്റ്. ശരിക്കും സർപ്രൈസ് ചെയ്ത് ഞാനാണ് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സർപ്രൈസ് ആക്കാൻ വെച്ചാൽ ആ സർപ്രൈസാണ് അവൾ എനിക്ക് തന്നത്. ഞാനിതുപോലെ ഒരു ഫ്രെയിം സെറ്റാക്കി ഫോട്ടോ ഇന്ന് എടുത്ത ഫോട്ടോസ് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കത് കിട്ടി. അപ്പം ഞാൻ സർപ്രൈസ് ആയി. അതെ, അതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ സലീഷ് പ്രോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയൊരു കേക്ക് കാണിച്ചു, നമ്മൾ രണ്ടാളും കൂടി അത് കട്ട് ചെയ്തു. നല്ല കേക്കായിരുന്നു കേട്ടോ, ക്യാരറ്റിൻ്റെ നല്ല സൂപ്പർ കേക്കായിരുന്നേ. പിന്നെ ഞാൻ ഈ ഫോട്ടോയിൽ പ്രിൻ്റ് എടുക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അതിന് മുന്നേ ഓൾറെഡി എടുത്തായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്ന എൻ്റെ വീഡിയോയിൽ അത് തന്നെയാണ് വേറെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ നിങ്ങളെ. അങ്ങനെ ഞാനും കേക്ക് തിന്നു. പിന്നെ കുറച്ച് സലീഷ് പ്രോയ്ക്കും കേക്കൊക്കെ കൊടുത്തു. നമ്മൾ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, വിച്ച് മീൻസ് Feb 7th. നമ്മൾ രാവിലെ തന്നെ ഐക്യ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ സലീഷ് പ്രോയ്ക്ക് ആരൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും സലീഷ് പ്രോയും കൂടിയിട്ടാണ് പോകുന്നത്. ഐക്യയിൽ ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഐക്യയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആളും കൂടി ഐക്യയിൽ എത്തിയിട്ടോ. പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ച് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് നമ്മളൊരു വലിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഐക്യയിലെ ഫുൾ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അത് കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ. ഐക്യയിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഐക്യയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഏറ്റവും മെമ്മറബിൾ ആയിരിക്കുമല്ലോ ഇന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ് കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഐക്യ. എന്തായാലും കുറേ അധികം കാണാനും നമുക്ക് ഭയങ്കര അധികം കൗതുകം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ പാത്രങ്ങളും, നമ്മൾ കാണാത്ത രീതിയിലുള്ള പാത്രങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഐക്യ വ്ളോഗ് അപ്പാകുമ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടും, എങ്ങനെയൊക്കെ നമ്മൾ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാം ഒരു ഐഡിയ കിട്ടുന്ന ഒരു നല്ലൊരു വ്ളോഗായിരിക്കും അത്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ഐക്യയിലൊക്കെ കറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് ട്രാം വഴിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ട്രാം ഇങ്ങനെ വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രാവൽ കയറുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാം അങ്ങോട്ട് ആവാം എന്ന് ഓർത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രാമിലൊക്കെ കയറി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മെട്രോയിലൊക്കെ കയറുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഈ കുഞ്ഞൊരു വ്ളോഗായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഫുഡ് കഴിക്കലോ കാര്യങ്ങളൊന്നും നമ്മൾ വേറെ വീഡിയോസായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ട്രാവലിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. ഇന്നത്തെ ഫുഡല്ല, നമ്മൾ കുറേ ഒന്നും ഫുഡ് കഴിക്കലെടുത്തില്ല. ഇത് നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് വെഡിങ് ആനിവേഴ്സറിയായിട്ട് നമ്മൾ സ്പെഷ്യൽ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ സ്വസ്ഥമായിരുന്നു കഴിക്കാമല്ലോ. അപ്പോൾ നമുക്കിന്ന് റൈസും ചിക്കനൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മളിന്ന് വെഡിങ് ആനിവേഴ്സറിയായിട്ട് രാവിലെ തന്നെ പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടുത്തെ പള്ളിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ കത്തീഡ്രലാണ്, ഷെഫീൽഡിൽ തന്നെ ഒരു വലിയ കത്തീഡ്രലാണ്. അപ്പോൾ അതിനകത്ത് അവിടെ ത്രെഡ് വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മൾ ആദവും ഹവ്വയും കൂടിയിട്ട് നമ്മുടെ സർപ്പം വന്നിട്ട് പറഞ്ഞിട്ട്
പഴം തിന്നുന്ന ആ ഒരു പിക്ചറും അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സിമ്പിളൈസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അവർ ആ പഴം തിന്നിട്ട് കർത്താവ് അവരെ ഏതും തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടണ ഒരു പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.